എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? മൂവിയാ, മൊത്തത്തിലെ നല്ല മൂവിയാ. പൃഥ്വിരാജിന്റെ എഫേർട്ടും എല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയാ, സൂപ്പറാ. എല്ലാവരും പൊളിച്ചു. മഞ്ജു വാര്യരും എല്ലാവരും, മോഹൻലാലും എല്ലാവരും സൂപ്പറാ. ഡയറക്ഷൻ അടിപൊളി. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ആട്ടോ. അതിൻ്റെ എല്ലാം എന്തുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ലതായിരുന്നു. അതെ അതെ നല്ലതായിരുന്നു. ഏറ്റവും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് പൃഥ്വിരാജിന്റെ. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോൺട്രവേഴ്സിന്റെ ആവശ്യമില്ല. മേക്കിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇല്ല എനിക്ക് തോന്നുന്നില്ല സീൻസ് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. അതെ 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 കുറെ പേര് അങ്ങനെ വരുന്നുണ്ട്. ഇല്ല എനിക്ക് അതാ തോന്നുന്നത്. നമ്മളല്ലല്ലോ അഭിപ്രായം പറയേണ്ടത്. എന്നാലും നമ്മൾ കണ്ടവർക്കെല്ലാം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എയറിൽ കയറും. അതുകൊണ്ട് അത് പേടിച്ചിട്ട് അല്ല, ഒന്നും അങ്ങനെയല്ല. എല്ലാവരുടെയും അല്ല, പ്രതികരണമാണല്ലോ, അവരുടെ എല്ലാം പ്രതികരണമാണല്ലോ മൂവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത്. നമുക്കത് കാണുക, ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. യങ്സ്റ്റേഴ്സ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നെഗറ്റീവ് റിവ്യൂസ് ഇതിന് എന്തിനാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. പടം കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് എല്ലാം മസ്റ്റ് വാച്ച് ആണ്. അടിപൊളിയാണ്. പൊളിറ്റിക്കലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ സീൻസ് എന്തൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ചില സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമോഷൻസ് ഒക്കെ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓഡിയൻസിന് കൺവേ ആവുമെന്ന് അറിയില്ല. നല്ല അടിപൊളി മേക്കിംഗ് ആണ്. അടിപൊളി. നല്ല പടം, നല്ല പടം. വളരെ നന്നായിരുന്നു. വളരെ നല്ലതായിരുന്നു. രണ്ടാമത്തെ തവണ രണ്ടാമത്തെ തവണ ഇല്ല ബ്രോ. ഇത് ആഫ്റ്റർ ഓൾ സിനിമയല്ല. സിനിമയായിട്ട് തന്നെ കാണാം. അതെ, പല ആൾക്കാർക്ക് റൈറ്റേഴ്സിൻ്റെ പല പല പെർസ്പെക്റ്റീവ് ആണല്ലോ. നമ്മൾ അതിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അത്ര തന്നെ. രണ്ടാമത്തെ തവണയാണ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് ബ്രോ. സെക്കൻഡ് ഹാഫ് മാസ് ഫുള്ള് മാസ്. പൃഥ്വിരാജും മോഹൻലാലും സീനായിരുന്നു. ഓ എല്ലാം കൊള്ളാം. ഡയറക്ഷൻ ആയിരുന്നു പൃഥ്വിരാജിൻ്റെ. എല്ലാം കൊള്ളാം. സൂപ്പറായിരുന്നു. എല്ലാവരും കൊള്ളാം. എല്ലാം നന്നായിരുന്നു. സൂപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, അതെല്ലാം അതിൻ്റെതായ രീതിയിൽ എടുത്താൽ മതി. ഓക്കെ. അടിപൊളി തകർത്തു. മോഹൻലാല്, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ അടിപൊളി. പെർഫോമൻസ് എല്ലാം ലൂസിഫറിൻ്റെ അത്ര വന്നില്ലെങ്കിലും മോഹൻലാലിൻ്റെ ഒരു ഇത് ലൂസിഫറിലായിരുന്നു അടിപൊളി. പക്ഷെ സിനിമ മേക്കിംഗ് വൈസ് എമ്പുരാനാണ്. വളരെ നല്ലതായിരുന്നു. കൊള്ളാം. പക്ഷെ ലൂസിഫറിന്റെ ആ ഒരു നിലവാരത്തിലോട്ട് വന്നിട്ടില്ല. അതെ അതെ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് മോശമായി പോയി. കുറച്ചുകൂടി ചെയ്യായിരുന്നു. നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിക്ക് മ്യൂസിക് വന്നിട്ടില്ല. പിന്നെ അവസാനം ഫൈനൽ ഒരു സ്റ്റണ്ട് സീനുണ്ട്. അതും കുറച്ച് ഒരു ടിപ്പിക്കൽ ബോളിവുഡ് സിനിമ പോലെ ആയിപ്പോയി. കുറച്ച് കട്ട് ചെയ്യാൻ തോന്നുന്നു. ഞാനിപ്പോൾ സെക്കൻഡ് ടൈം ഇത് കാണുന്നത്. എപ്പോഴും സോണിയ സെയിം തന്നെയാണ്. കുറച്ച് സീൻസ് ഇച്ചിരി ഡ്യൂറേഷൻ 3 മണിക്കൂറിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. നല്ല ഫിലിമായിരുന്നു. എല്ലാം ഇഷ്ടമായിരുന്നു. നല്ല ഫിലിമാ. അടിപൊളി. മോഹൻലാൽ, രാജുവിന്റെ മേക്കിംഗ് അടിപൊളി. മോഹൻലാൽ സൂപ്പർ. എനിക്ക് നല്ലതായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടില്ല. നല്ലതായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പം പറയുന്ന പോലെ ഒരു മോശം പടമായിട്ട് തോന്നുന്നില്ല. നല്ല റിവ്യൂ. അന്ന് എനിക്ക് നല്ല പടമായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു.
നല്ലായിരുന്നു. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. എമ്പുരാനാണോ എമ്പുരാൻ? കൊള്ളാം. തകർപ്പോ? നല്ല എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു? എമ്പുരാൻ നല്ലായിരുന്നു. നന്നായിട്ടുണ്ട്, ഇഷ്ടമായി. ലാലേട്ടനൊക്കെ തകർത്തോ? ഞാനിത് രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ തവണ. ഇത് ആളോട് എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, പെർഫോമൻസ് ഒക്കെ എങ്ങനെ അടിപൊളി പെർഫോമൻസ് അല്ലേ, സൂപ്പറായിട്ട്. ലാലേട്ടൻ മഞ്ജു പിന്നെ തകർത്തിരിക്കുകയല്ലേ, പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ രാഷ്ട്രീയം ഇപ്പോൾ ഭയങ്കര സബ്സ്റ്റൻസ് അതുണ്ട്, അതിനെക്കുറിച്ച് എന്ത് പറയാൻ. ഇഷ്ടപ്പെട്ടു. ആരെ ഒരുപാട് ഇഷ്ടമായത്? എല്ലാവരും ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായി.